ശബരിമലയും ഗുരുവായൂരും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവും തകർക്കാൻ ശ്രമിച്ച ശക്തികളാണ് ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്താൻ ശ്രമിക്കുന്നതെന്ന് കേസരി മുഖ്യപത്രാധിപർ ഡോക്ടർ NR മധു. സനാതന ധർമ്മത്തിനെതിരെ വാതോരാതെ ശബ്ദിക്കുന്നവരെ അതിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നുവെന്നും എന്നാൽ സനാതന ധർമ്മത്തെ തകർക്കാൻ ആർക്കും കഴിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട് ഗണേശോത്സവ നിമജ്ജന ഘോഷയാത്രയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. BJP തമിഴ്നാട് സംസ്ഥാന ഉപാധ്യക്ഷയും സിനിമാ താരവുമായ ഖുശ്ബു നിമജ്ജന ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് നഗരത്തെ ഗണേശസ്തുതികളാൽ ഭക്തിസാന്ദ്രമാക്കിയാണ് ഗണേശോത്സവ നിമജ്ജന ഘോഷയാത്ര നടന്നത്. 400ഓളം വിഗ്രഹങ്ങളുമായി നഗരത്തിൽ മേലാമുറിയിൽ നിന്നും ആരംഭിച്ച നിമജ്ജന ഘോഷയാത്ര മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് സമീപം BJP തമിഴ്നാട് ഉപാധ്യക്ഷയും സിനിമാ താരവുമായ ഖുശ്ബു ഉദ്ഘാടനം ചെയ്തു. எல்லாமே நமக்கு கொடுத்தது கடவுள். தன்னம்பிக்கை என்னாலதான் என்னுடைய திறமையினாலதான் நான் வாழ்க்கையில முன்னேறி இருக்கேன்னு சொல்லுவாங்க. ஆமாங்க, நிச்சயமாக உங்களுடைய திறமை, உங்களுடைய தன்னம்பிக்கை, உங்களுடைய உழைப்பினால தான் நீங்க முன்னேறி இருக்கீங்க. ஆனா அந்த தைரியம் கொடுத்தது கடவுள் மட்டும்தான். அப்படி இருக்கும்போது இன்னைக்கு பாலக்காட்டுல இவ்வளோ பெரிய கூட்டம், கிட்டத்தட்ட 400க்கு மேல ஒரு சிலைகள் பார்க்கும்போது அவ்வளோ சந்தோஷமா இருக்கு. കേസരി മുഖ്യപത്രാധിപർ ഡോക്ടർ NR മധു മുഖ്യപ്രഭാഷണം നടത്തി. ശബരിമലയും ഗുരുവായൂരും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവും തകർക്കാൻ ശ്രമിച്ച ശക്തികളാണിപ്പോൾ അയ്യപ്പ സംഗമം നടത്താൻ ശ്രമിക്കുന്നതെന്നും സനാതനധർമ്മത്തിനെതിരെ വാതോരാതെ ശബ്ദിക്കുന്നവരെ അതിലേക്ക് ക്ഷണിക്കുമ്പോൾ സനാതനധർമ്മത്തെ ഒരിക്കലും നശിപ്പിക്കാൻ സാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സനാതനധർമ്മം തുലയട്ടെ എന്ന മുദ്രാവാക്യം മുഴക്കുന്നവർ ജിഹാദികൾക്കും ഭീകരവാദത്തിനെതിരെ ഇത്തരമൊരു ശബ്ദമുയർത്താൻ കഴിയുമോ എന്നും അദ്ദേഹം ചോദിച്ചു. RSS വിഭാഗ് കാര്യവാഹ് K. സുധീർ, BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C. കൃഷ്ണകുമാർ, ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ, നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. നഗരത്തിലെ പ്രദക്ഷിണത്തിന് ശേഷം ഗണേശ വിഗ്രഹങ്ങൾ കൽപ്പാത്തിപ്പുഴയിൽ നിമജ്ജനം ചെയ്തു. ജനം, പാലക്കാട്.